മദ്ബഹയിൽ കൂട്ടയടി. ഞങ്ങളുടെ കൂദാശ കുർബാന തൊപ്പി തൊഴിലാളികൾ അതിവിശുദ്ധമെന്ന് ഞങ്ങളെ സൺഡേ സ്കൂളുകളിൽ പറഞ്ഞു പഠിപ്പിച്ച വിശുദ്ധ മദ്ബഹയിൽ അഥവാ അൾത്താരയിൽ പന്നിക്കുട്ടന്മാരെ പോലെ ഞങ്ങളുടെ പാതിരിപ്പാമ്പുകളും കപ്പ്യാരിമാരും അടക്കം ഏറ്റുമുട്ടി. അതും ഈ ഞായറാഴ്ച രാവിലെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ പിറമാടം സെയിന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിലാണ് പാതിരിപ്പാമ്പുകളടക്കം ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലുള്ളവർ തമ്മിലടിച്ചത്. അതുകൊണ്ട് ഇന്ന് കുർബാനയ്ക്ക് പകരം കൂട്ടയടി നടത്തി വീട്ടിൽ പോയി. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കയ്യിലെത്തിയ 58 പള്ളികളിൽപ്പെട്ടതും എന്നാൽ മറ്റൊരു കേസിനെ തുടർന്ന് ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിനുള്ളതുമായ പള്ളിയാണിത്. മുൻ കാതോലിക്ക പൗലോസ്തുതിയന്റെ കാലത്താണ് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി 2017 സുപ്രീം കോടതി വിധി വരുന്നത്. സഭാ കേസ് പ്രകാരം യാക്കോബായ സഭയുടെ 1064 പള്ളികൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിൽ പൗലോസ്തുതിയന് 58 പള്ളികൾ വരെ അദ്ദേഹത്തിന് പിടിച്ചെടുക്കുവാൻ സാധിച്ചെങ്കിലും പിന്നീട് ദൈവം അദ്ദേഹത്തെ വീഴ്ത്തി ക്യാൻസർ ബാധിതനായി അദ്ദേഹം നരകിച്ചു മരിച്ചു. 2019 ശേഷം പുതിയ കാതോലിക്കയായി മാത്യൂസ് തൃതീയൻ എത്തിയെങ്കിലും കഴിഞ്ഞ 7 വർഷമായി കാര്യമായ പള്ളിപിടുത്തമൊന്നും ഇവിടെ നടന്നില്ല. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ പള്ളി പിടിച്ചു പറിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പിറമാടം സംഭവത്തിലൂടെ. കീഴ്ക്കോടതി ഉത്തരവ് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമല്ലാതെ വന്നതോടെയാണ് പിറമാടം പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കയ്യിൽ എത്താതിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ സബ് കോടതിയിൽ നിന്നും AS 20/2024 കേസിന്മേൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ഒരു വിധി വരുന്ന പശ്ചാത്തലത്തിൽ നാളെ തിങ്കളാഴ്ച വിധി നടപ്പാക്കാനിരിക്കെ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് എത്തിയ ഒരു സംഘം തെമ്മാടികളാണ് ഇന്ന് പിറവം പള്ളിയിൽ കയറി സംഘർഷം അഴിച്ചുവിട്ടത്. കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട സ്ഥിരം പള്ളി പിടിച്ചു പറിക്ക് കൊണ്ടുപോകുന്ന കുപ്പായധാരിയായ എബിൻ എബ്രഹാം എന്ന ഗുണ്ടാപാതിരിയാണ് ഇവിടെയും പള്ളി പിടിച്ചു പറിക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. അതിരാവിലെ യാക്കോബായ സഭയിലെ വൈദികരും ശുശ്രൂഷകരും പള്ളി തുറന്ന് കുർബാന ആരംഭിക്കുവാൻ എത്തിയപ്പോൾ സമീപത്ത് ഒളിച്ചിരുന്ന എബിൻ പാതിരിയും സംഘവും ഓടി മദ്ബഹയിൽ കയറി പ്രായമായ യാക്കോബായ സഭയുടെ വൈദികനെ മർദ്ദിക്കുകയും പിടിച്ച് തള്ളുകയും ചെയ്തതോടെ സംഘർഷം ആരംഭിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അച്ഛാ സമാധാനമായിട്ട് കേസ് തീർന്നല്ലേ, ഇനിയിപ്പോ എന്നത്തിനാ ഞങ്ങൾ നേരെ ഇത് നേരെ ലൈവാട്ടാ അച്ഛാ, ജാമ്യം കിട്ടൂല. പ്രൊട്ടക്ഷൻ അതിനാ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലേ ഇത് അല്ല അത് കാണാം. കഴിഞ്ഞ 7 വർഷം വിധി നടപ്പാക്കാതെ അടങ്ങിയിരുന്ന ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേൽക്കുവാൻ കാരണം 2027 വരാൻ പോകുന്ന മലങ്കര അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്. അസോസിയേഷനിൽ കഴിഞ്ഞ 8 കൊല്ലം എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ടാകുമ്പോൾ സഭാസ്ഥാനികൾക്കും കാതോലിക്കയ്ക്കും പിടിച്ചു നിൽക്കാനും ഒരു വട്ടം കൂടി വെട്ടാൻ അവസരം കിട്ടണമെങ്കിലും വരുന്ന 7-8 മാസക്കാലം വിധി നടപ്പാക്കലിന്റെ പേരിൽ വലിയ സംഘർഷങ്ങൾ ഈ സഭയിലാകമാനം ഉണ്ടാവണം. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇപ്രകാരം ഒരു സംഘർഷം ഉണ്ടാക്കിയത്. പള്ളി പിടിച്ചുറയ്ക്കുവാനും അടികൊള്ളാനും സ്ഥിരം നേർച്ചക്കോഴികളെ ഇറക്കി സഭാ നേതൃത്വവും സഭാസ്ഥാനികളും പിന്നിൽ നിൽക്കും. എല്ലാം കലങ്ങിത്തെളിയുമ്പോൾ വരും ഇതുപോലെയുള്ള പ്രസംഗവുമായി കൂദാശ ക്രിമിനലുകൾ. എല്ലാം ഞങ്ങളും വെല്ലുവിളിക്കുന്നു. ഒത്തിരി വെല്ലുവിളികളുമായി കോതമംഗലത്തേക്ക് ഇന്ന് മടങ്ങുകയാണ്. ഞങ്ങൾ തിരികെ വരും പുതിയ വെല്ലുവിളികൾ ഈ മണ്ണിൽ ഏറ്റെടുക്കാൻ.
ഞങ്ങൾ തിരികെ വരും ഈ മണ്ണിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ. ആ വെല്ലുവിളി ഈ സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന നല്ല നാളുകളാണ്. ഈ സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന, മലങ്കര സഭയുടെ അന്തസ്സ് സംരക്ഷിക്കുന്ന, അതിനാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. 48 വയസ്സുകാരൻ എന്നെ വൈദിക ട്രസ്റ്റിയായും 47 വയസ്സുകാരൻ റോണിയെയും മലങ്കര സഭ തെരഞ്ഞെടുത്തെങ്കിൽ സ്വീകരണം ഏറ്റുവാങ്ങാനല്ല ഞങ്ങളെ തെരഞ്ഞെടുത്തത്. ഈ സഭയുടെ അന്തസ്സ് സംരക്ഷിക്കുവാനാണ്, ഈ സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനാണ്. അതുകൊണ്ട് മടങ്ങി വരും കോതമംഗലത്തേക്ക്. നാം മടങ്ങി വരും. ആ മടങ്ങി വരുന്ന ഇടം വരെയും ഈ സ്വാതന്ത്ര്യം നമുക്ക് ഗുണയാവട്ടെ. ഇന്ന് പെരുമാടം പള്ളിയിൽ ഇതുപോലൊരു സംഘർഷം നടത്തി പോലീസിനെ വരുത്തി FIR ഇട്ട ശേഷം ഇവിടെ ക്രമസമാധാന നില തകരാറിലായി എന്ന പേരിൽ നിരവധി FIR ഇട്ട് അത് ഹൈക്കോടതിയിൽ കൊടുത്ത് വീണ്ടും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ വിധി കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു ഇത്. നിങ്ങൾ പറ, ഇവന്മാരെ എങ്ങനെ ക്രൈസ്തവ സഭ എന്ന് വിളിക്കും? സഹോദരന്റെ പള്ളി പിടിച്ചു പറിക്കുവാൻ നടക്കുന്ന ഇവന്മാർ സാത്താന്മാരല്ലാതെ ആരാണ്? സർക്കാർ യാതൊരു കാരണവശാലും പള്ളി പിടിച്ചു പറിച്ചു കൊടുക്കുവാൻ ഒത്താശ ചെയ്യരുത്. അപ്രകാരം ചെയ്താൽ ഇത് വലിയ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറും ഉറപ്പ്. ഇരുഭാഗങ്ങളിലെയും ഭൂരിഭാഗം വിശ്വാസ സമൂഹത്തിനും ഈ കേസിനോടും വഴക്കിനോടും യാതൊരു താല്പര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇരു സഭകളും തമ്മിൽ രമ്യതപ്പെടണം എന്നാണ് അവരുടെ ആഗ്രഹം. എന്നാൽ ഒരുപറ്റം കസേരമോഹികളായ മെത്രാന്മാരും സഭാ കേസിന്റെ മറവിൽ കോടികൾ മുക്കുന്ന ചില സഭാ സ്ഥാനികൾക്കുമാണ് സഭ ഭിന്നിച്ചു നിന്ന് ഇതുപോലെ തമ്മിലടിക്കേണ്ടുന്നതിന്റെ ആവശ്യം. അതുകൊണ്ട് വിശ്വാസികളെങ്കിലും ഇത് തിരിച്ചറിയുക, രമ്യതപ്പെടുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.